നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ചന്തു സലീം കുമാർ അഹങ്കാരിയാണോ? ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് പ്രിയ നടൻ സലീം കുമാറിൻ്റെ മകൻ അഹങ്കാരിയാണ്, അദ്ദേഹം താരജാട കാരണം കൊണ്ട് ആണ് മാധ്യമങ്ങളോട് വളരെ മോശമായി പെരുമാറിയത് എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റുകൾ കണ്ടു. അതിനുശേഷമാണ് ഞാൻ വിശദമായിട്ട് ഓരോ ക്ലിപ്പിങ്സും പല ചാനലുകളിൽ വന്ന ഓരോ ക്ലിപ്പിങ്സും ഞാൻ വിശദമായിട്ട് കാണുകയും ഒരു അഭിപ്രായം, എൻ്റേതായുള്ള അഭിപ്രായം രേഖപ്പെടുത്താമെന്ന് ഞാൻ കരുതി. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഇത്രയധികം ചാനലുകൾ? നമുക്ക് മലയാളികൾക്ക് എന്തിനാണ് ഇത്രയധികം ചാനലുകൾ? സത്യത്തിൽ ഇത്രയധികം വാർത്താ ചാനലുകളുടെ ആവശ്യം നമുക്കുണ്ടോ എന്നുള്ള കാര്യം തന്നെ നമുക്ക് പരിശോധിക്കണം. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് അവരുടേതായ ആശയങ്ങളും അല്ലെങ്കിൽ അവരുടേതായ പാർട്ടിയാണ് വലുത്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് വലുതെന്ന് പറഞ്ഞിട്ട് അവരെ പൊക്കി കാണിക്കാനും അല്ലെങ്കിൽ അവരുടേതായ പ്രൊമോഷൻ നടത്താനും വേണ്ടി മാത്രമാണ് കൂടുതലും രാഷ്ട്രീയ ചാനലുകളാണ് കൂടുതലും നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. ഓരോ പാർട്ടിക്കും അല്ലെങ്കിൽ ഓരോ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഓരോ ചാനലുകൾ. പണ്ടൊക്കെ പറഞ്ഞാൽ ദൂരദർശനിൽ ഒരു അരമണിക്കൂർ വാർത്ത, അതിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്നറിയുന്ന കാര്യങ്ങൾ ദൂരദർശനിലായാലും അല്ലെങ്കിൽ ആകാശവാണിയിലൂടെയും ജനങ്ങൾ തത്സമയവും അല്ലെങ്കിൽ റെക്കോർഡുകളായിട്ട് നമുക്ക് അറിയാമായിരുന്നു. ഒരു വാർത്ത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 2-3 വാർത്താ ചാനലുകൾ, അത് ലൈവോ അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ നിലവിലുള്ള പോലെ ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് മുക്കിൽ തട്ടുകട എന്ന് പറയുന്ന പോലെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്താ ചാനലുകൾ ഉയർന്നു വരികയാണ്. ഇത്രയധികം ചാനലുകളിലെ റിപ്പോർട്ടർമാർ, അവരുടെ ക്യാമറാമാൻമാർ, പ്രത്യേകിച്ച് ഈ ഇതുപോലുള്ള VIP വരുന്ന കേസിൽ ഒന്നിൽ കൂടുതൽ റിപ്പോർട്ടർമാരും ഒന്നിൽ കൂടുതൽ ക്യാമറാമാൻമാരും ഒരു സ്പോട്ടിലുണ്ടാവും. അവരുടെ OB വാഹനങ്ങൾ, അങ്ങനെ ഒരുപാട് ചാനലുകൾ. ഒരു 10 ചാനലുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 20-40 ആളുകൾ അതിൻ്റെ പുറകിലുണ്ടാവും. അപ്പോൾ ഒരു മരണ വീട്ടിൽ ഒരു ചാനലുകാർ കാണിക്കേണ്ട മാന്യത ചാനലുകാർ കാണിച്ചില്ല എന്നുള്ളതാണ് ഇന്നലെ കണ്ട ചന്തു സലീം കുമാറിൻ്റെ പ്രതികരണത്തിൽ കണ്ടത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയതാരം മോഹൻലാലിൻ്റെ അമ്മ മരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, സംസ്കാര ചടങ്ങുകൾക്ക് ചാനലുകൾ അവിടെ അങ്ങോട്ട് അലൗഡ് അല്ല എന്ന് പറഞ്ഞിരുന്നു. അതാണ് ശരി, അങ്ങനെയാണ് വേണ്ടത്. സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണലി അവരുടെ ഇമോഷൻസ് അതെല്ലാം വിറ്റ് കാശാക്കല്ലേ സത്യം പറഞ്ഞാൽ ഈ ചാനലുകാർ ചെയ്യണത്. ചാനലുകളെ കണ്ട് നമുക്ക് വാർത്തകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിലുള്ള മറ്റേ കണ്ടൻറ്റുകൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം. അത് ചാനലുകളെ കൊണ്ടുള്ള ഗുണങ്ങൾ അതൊക്കെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞാൽ ചാനലുകളിലെല്ലാം അന്തിച്ചർച്ചകളാണ്. പരസ്പരം ആടുകൾ തമ്മിൽ തല്ലുപിടിച്ചിട്ട് ഇടയിൽ രക്തം കുടിക്കാതിരിക്കുന്ന ചെന്നായെ പോലെയാണ് അവതാരകൻ ഇരിക്കുക. ഒരേ സമയം തന്നെ 2 ചാനലുകളിൽ ഒരേ വ്യക്തികളെ കാണാം. ഓരോ പാർട്ടികളുടെയും ഒരു അരമണിക്കൂർ ഒരു ചാനലിൽ കാണാം. അത് ആ ലൈവിൽ നിന്ന് കട്ടായിട്ട് അടുത്ത ചാനലിൽ ലൈവിൽ കയറിയിരിക്കുന്നത് കാണാം. അതിന് അന്തിച്ചർച്ചയ്ക്ക് പോകാൻ ഓരോ പാർട്ടിക്കും ഓരോ പ്രത്യേകതകൾ വൈകുന്നേരങ്ങളിലുണ്ടായി. അപ്പോൾ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ സലീം കുമാർ എന്ന നടൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചുള്ള ഒരു വളരെ അധികം ദുഃഖം അണപൊട്ടി നിൽക്കുന്ന സമയത്ത്, ഈ ആക്രോശം കഴിഞ്ഞതിന് ശേഷം അവിടെ ഗാർഡ് ഓഫ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ചന്തു സലീം കുമാർ പൊട്ടിക്കരയുന്നത് കാണുന്നുണ്ട്. അത്രയധികം വിഷമം ഉള്ളിൽ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്രയധികം തെമ്മാടിത്തരം കാണിക്കുന്നത്. ഓരോരുത്തർ സിനിമാ നടന്മാരെ കൂടെ സെൽഫി എടുക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഷാൾ അണിയിക്കാൻ പോകണം. മരണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് പാർട്ടിയുടെ ഷാൾ അണിയിക്കാൻ പോണത്. അതങ്ങനെ കുറേ എണ്ണം. അപ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, ചന്തു സലീം കുമാർ അഹങ്കാരിയാണോ അതോ ഒരു അച്ഛൻ്റെ മകനാണോ എന്നുള്ളത്. അദ്ദേഹം അത്രമാത്രം ചെയ്തുള്ളൂ. അദ്ദേഹം ഒന്ന് നിയന്ത്രണം വിട്ടിട്ട്, അത് ഓവറായെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഇതിനേക്കാൾ ഓവറായിട്ട് പറയണമായിരുന്നു. എങ്കിലേ ചാനലുകളും അല്ലെങ്കിൽ മൊബൈൽ തൂക്കി പിടിച്ച് കിടക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളും കുറച്ചൊക്കെ പഠിക്കുകയുള്ളൂ. നന്ദി.